നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ന് മാർച്ച് 13, ആറ്റുകാൽ പൊങ്കാല. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത്. അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്നും ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത്. 1997 ഫെബ്രുവരി 23 നടന്ന പൊങ്കാലയിൽ 1.5 മില്യൺ സ്ത്രീകൾ പങ്കെടുത്തെന്ന് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത്. 2009 പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് 25 ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നു. മലയാളികളുള്ള പല സ്ഥലങ്ങളിലും ഇത് ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട്. മകരം, കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല. ദാരികവധത്തിന് ക്ഷേത്രം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം ചെയ്ത് സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാൽ അമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് ഉഗ്രമായ കാളീരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി കൊല ചെയ്ത പാണ്ഡ്യരാജാവിൻ്റെ വധിച്ച ശേഷം ശിരസ് കൈലാസത്തിൽ ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശവും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. ആറ്റുകാൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ നിന്നും ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ ഭഗവതിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. പഴയ കാലത്തെ കാർഷിക ഉത്സവം കൂടിയാണ് പൊങ്കാല. ഇന്നു മുതൽ ഭാഗ്യം തേടിയെത്തുന്ന ചില രാശിക്കാരുണ്ട്. അതിൽ ആദ്യത്തേത് മേടം രാശിയാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പദ്ധതിയിടുകയാണെങ്കിൽ അതിനൊക്കെ വിജയം കാണും. വസ്തുക്കച്ചവടത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഈ രാശിക്ക് സാധിക്കുന്നതാണ്. ശുഭകരമായ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുവാനിടയുണ്ട്. വിദേശയാത്ര പോകുവാനുള്ള അവസരം ഈ രാശിക്ക് വന്നു ചേരും. ഇന്ന് പുലരുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. സഹപ്രവർത്തകരുമൊത്ത് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ ഭാഗ്യം തേടിയെത്തും.
നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങൾക്കിനി നേട്ടങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന സമയം കൂടിയാണ്. അടുത്തതായി വരുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയുടെ ജീവിതത്തിലും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കുന്നതാണ്. പല പഴയ സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുവാൻ സാധിക്കും. ഇവർ മൂലം ജോലി അവസരങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ടാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഉയരങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറും. നിങ്ങൾക്ക് എല്ലാവിധത്തിലും നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്ന ദിനങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ജീവിതത്തിലുടനീളം ഉണ്ടാകും. അവിവാഹിതരായവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ കടന്നു വരുന്ന സമയം കൂടിയാണിത്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാലഘട്ടമാണ് കടന്നു വരുവാനിരിക്കുന്നത്. അടുത്തതായി വരുന്നത് കർക്കിടകമാണ്. കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അവരുടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. ആഗ്രഹിച്ച രീതിയിൽ ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബക്കാർ എല്ലാവരും ഒത്തുചേരും. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഉപദേശം ലഭിക്കാവുന്നതാണ്. സ്ഥലക്കച്ചവടം ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുടെ വീട്ടിൽ വിരുന്നു പോകുവാൻ കഴിയും. സുഹൃത്തുക്കളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിങ്ങൾക്ക് പിന്തുണയുമായി കൂടെ ഉണ്ടാകുന്നതാണ്. അടുത്തതായി വരുന്നത് തുലാം രാശി. കഠിനാധ്വാനത്തിന് ഫലം ലഭിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ ചെയ്തു തീർക്കുവാൻ ഈ രാശിക്ക് കഴിയുന്ന ദിനങ്ങൾ കടന്നു വരും. ഓഫീസ് വർക്കുകൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതായിരിക്കും. പണം ശരിയായ വിധത്തിൽ ഗുണകരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. അടുത്തതായി മകരം. കാര്യവിജയം ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ ചെയ്തു തീർക്കുവാൻ കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഈ രാശിക്ക് കഴിയും. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും. ഈശ്വരൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകുന്ന സമയമാണ്. തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ച കണ്ട് ഇനി അമ്പരക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് നിറവേറ്റുവാനാകും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയ സാക്ഷാത്കാരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാകും. അതുപോലെ കലാ, സാഹിത്യം, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ ഏത് വലിയ നഷ്ടങ്ങളെയും നമുക്കിനി നേട്ടങ്ങളാക്കി മാറ്റുവാൻ കഴിയും. എല്ലാ രാശിക്കാരും കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളും ജീവിത വിജയവും ഒക്കെ കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.